എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മെക്കഡാട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഈ ഒരു സ്ഥലം കണ്ടില്ലേ, ഇതാണ് മെക്കഡാട്ടു എന്ന് പറയുന്നത്. വളരെയധികം അപകടം പിടിച്ചതും എന്നാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മെക്കഡാട്ടു എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഞാനുള്ളത് കാവേരി സംഗമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതായത് കാവേരി നദിയും അർക്കാവതി നദിയും തമ്മിൽ ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ഈ ഒരു സംഗമ എന്ന് പറയുന്ന ഈ മുന്നിൽ കാണുന്ന സ്ഥലം. ഇത് കർണാടകയിലെ രാമനഗര ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് വേണം നമുക്ക് ആ ഒരു മെക്കഡാട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം വാഹനത്തിൽ പോകാൻ കഴിയില്ല. ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഇവരുടെ തന്നെ ഒരു സർവീസ് ഉണ്ട്, മിനി ബസ്, അതുപോലെ ചെറിയ ട്രാവലറുകളൊക്കെ ആയിട്ടുള്ള ചെറിയ സർവീസുകൾ ഷട്ടിലായിട്ട് ഓടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. അപ്പോൾ 60 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡ് പോയിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഒരു ബസ്സിൽ നമ്മൾ ഒരു ചെറിയൊരു വാനിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, പുതിയൊരു വണ്ടി അവിടെ തിരിച്ചു വന്നിട്ടുള്ളത്. അത് ഇതുപോലെ പോയിട്ട് വരുന്ന ഒരു വണ്ടിയാണ്. ബാംഗ്ലൂരിലുള്ളവർക്ക് ഒരു 1 ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു മെക്കഡാട്ടു എന്ന് പറയുന്നത്. ഒരു 85 കിലോമീറ്റർ ഇത്രയും ആണ് വൺ സൈഡ് ഉള്ളത്. നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു പുഴ പോകുന്നത് കാണാം. ഇപ്പോൾ ഏകദേശം ആ ഒരു സ്ഥലത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇറങ്ങിയിട്ട് പോകാം. കാവേരി സംഗമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് വെറും ഒരു 5 അല്ലെങ്കിൽ 6 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ ഒരു മെക്കഡാട്ടു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുള്ളത്. നമുക്കിപ്പോൾ വേനൽക്കാലമായതിനാൽ കാവേരി സംഗമ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് ആ പുഴ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ മഴക്കാലമായാൽ ഇതുപോലെ ആ പുഴ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ ഇവരുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ അതിമനോഹരമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം നമുക്ക് താഴേക്ക് പോകാനായിട്ട്. വേനൽക്കാലം ആയതിനാലാണ് നമുക്ക് ഈ ഒരു താഴെ ഭാഗത്തൊക്കെ പോകാൻ പറ്റുന്നത്.
മഴക്കാലമായാൽ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗത്തേക്ക് എൻട്രി ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ മുഴുവനായും ക്ലിയർ ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നുമില്ല. കുറേ ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണുള്ളത്. അതുപോലെ തന്നെ പ്രായമുള്ളവർക്കും കുട്ടികളൊന്നും ഈ ഒരു ഭാഗത്തേക്ക് വരാത്തതാണ് നല്ലത്. അവർക്കൊക്കെ മുകളിൽ നിന്ന് കണ്ടിട്ട് പോകുന്നതാണ് നല്ലത്, സേഫും. അതുപോലെ തന്നെ കുറച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടില്ലേ, കുത്തനെയുള്ള ഇറക്കങ്ങളും അതുപോലെ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറുമാണ്. കുറച്ച് ഭാഗം താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പുഴയുടെ മറ്റൊരു വ്യത്യസ്തമായ ഭംഗിയുള്ള ഒരു വിഷ്വൽ നമുക്കിവിടെ നിന്ന് കാണാം. നമ്മളിതാ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 2 മലയിടുക്കിലൂടെയുള്ള ഒരു വലിയ പുഴ ഒഴുകുന്ന ഒരു സ്ഥലമാണിത്. അതായത് ഒരു വലിയ പുഴ ചെറിയൊരു ഏരിയയിൽ കൂടി പോകുന്നത് കണ്ടില്ലേ, ആ ഒരു സ്ഥലമാണിത്. ഇത് കാണുന്നത് പോലെയല്ല, വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. ഈ മുന്നിലൊരു കുഴി പോലെയുള്ള സ്ഥലം കണ്ടില്ല, അതെല്ലാം വർഷങ്ങളായി വെള്ളം ഒഴുകിക്കൊണ്ട് ഉണ്ടായിട്ടുള്ള കുഴികളാണ്. അതുപോലെ തന്നെ ഈ പാറയുടെ മുകൾ ഭാഗമൊക്കെ വളരെയധികം മിനുസമുള്ളതാണ്. ഇതുപോലുള്ള ചെറിയ വലിയ കുഴികളാണ്, ചെറുതും വലുതുമായിട്ടുള്ള കുഴികളാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്. എത്രയോ വർഷമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ടുണ്ടായ കുഴികളാണ് ഇതൊക്കെ. ആ ഒരു കുഴിയുടെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. ഒരു കിണറിന് അത്രയും വലിപ്പമുണ്ട് ആ ഒരു കുഴിക്ക്. അതുപോലെയുള്ള കുഴികൾ ഇതിനകത്തൊക്കെ ഉണ്ടാവും. കുറച്ചുകൂടി മുന്നോട്ടുള്ള ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതിനേക്കാളും നേരമായിട്ടുള്ള ഒരു സ്ഥലത്തേ കൂടിയാണ് ഈ വലിയൊരു പുഴ ഒഴുകുന്നത്. അതായത് അർക്കാവതി നദിയും കാവേരി നദിയും ഒരുമിച്ച് ചേർന്ന് ഒഴുകുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എത്രത്തോളം വെള്ളം ഒഴുകേണ്ട ഒരു സ്ഥലമാണ് ഇതെന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ കിണർ പോലുള്ള ഒരു കുഴിയുണ്ട്. ഇതിൻ്റെ വലിപ്പം കാണുന്നില്ലേ? ഇതുപോലുള്ള ഒരുപാട് കുഴികളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇതിൻ്റെ തന്നെ ഒരു ആഴം നോക്കിക്കേ. ഇതിലൂടെ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നല്ല പേടി തോന്നും. ഞാൻ ആ ഒരു സൗണ്ട് വെക്കാം. No, this is a better place.
ಬಾತ್ಕೋಳಿ ಐತೆ ನೋಡಲ್ಲಿ. താഴെ ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് മുകളിലേക്ക് കയറി പോകണം. എത്ര താഴ്ച വരെ നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഈ ഒരു വിഷ്വലിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സൈഡ് വഴി ഇങ്ങനെ കയറി ആ മലയുടെ മുകളിലേക്ക് എത്തണം. മുകളിലായിട്ടൊരു മരം കാണാൻ കഴിയും, കണ്ടില്ലേ? ആ ഒരു ഭാഗം വരെ നമ്മൾ കയറി പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിൻ്റെ താഴെ ഭാഗമൊക്കെ ഒഴുകിപ്പോയത് കാണാം. അപ്പോൾ ഈ പാറയുടെ സൈഡ് വഴി അവിടെ വരെ കയറി അതിന് ശേഷം സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട്. മുകൾ ഭാഗത്തു നിന്നുള്ള അതിമനോഹരമായ ആ വ്യൂ ഒന്നുകൂടി നമുക്ക് കാണാം. ഇതിനടുത്ത് തന്നെ നമുക്ക് വെള്ളവും ജ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഒരു സ്ഥലത്ത് വെച്ച് അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ കാണുന്ന ബസ്സിൽ ഏതിലെങ്കിലും കയറിയിട്ട് പോകാൻ കഴിയും. ഏതിലാണോ സീറ്റ് അതിൽ കയറിയിരുന്നിട്ട് തിരിച്ചു പോകാം. बेबी चाहिए क्या बहुत में अभी उधर जाओ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വൺ ഡേ ട്രിപ്പിന് വരാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 സ്ഥലങ്ങൾ കണ്ടിട്ട് പോകാം. ഒന്ന് കാവേരി സംഗമ എന്ന് പറയുന്ന സ്ഥലവും, അതുപോലെ മെക്കഡാട്ടു, പിന്നെ തിരിച്ച് പോകുന്ന വഴിയിൽ ഒരു ചുംചി ഫാൾസ് എന്ന് പറഞ്ഞ ഒരു വാട്ടർ ഫാൾസ് കൂടിയുണ്ട്. ഈ 3 സ്ഥലങ്ങൾ കണ്ടിട്ട് പോകാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.